ഭഗവാനെ, എല്ലാം ദൈവം അനുഗ്രഹിച്ച് മംഗളായി നടന്നു. അതെ അമ്മേ, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. നീ വീട് പുതുക്കി പണിതതിൻ്റെയും കല്യാണത്തിനടുത്ത് വെച്ച് കടവും ഒന്ന് തീർക്കണം. പിന്നെ അബി ഉണ്ടല്ലോ ഗൾഫിൽ, അതാണ് ഒരു ആശ്വാസം. ഓ, നീയൊക്കെ അവന്റെ തലേക്ക് ഇടാൻ നിൽക്കുകയാണോ? അവൻ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ. അവനൊന്ന് പച്ച പിടിച്ചോട്ടെ അവിടെ. അബിയാണല്ലോ. ഹലോ അമ്മേ, സുഖാണോ? മോനെ, സുഖാണ്. എന്താ നിന്റെ വിശേഷം? ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്, കൂടെ എൻ്റെ സാറിൻ്റെ മോളും. അതെയോ, മോളോ? അതെ അമ്മേ, സാറിൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു. നീ എന്താ ഈ പറയണ? നീ അവിടെ പോയി കല്യാണം കഴിഞ്ഞോ? അമ്മേ, ഒരുപാട് ബിസിനസ്സും ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥാപനങ്ങളുള്ള എൻ്റെ സാറിൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അവരുടെ മാനേജറാണ് ഞാൻ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു നീ ആ ഏട്ടന്റെ പോലുള്ള ഏതെങ്കിലും പിച്ചക്കാരിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അമ്മ ഏട്ടനോടൊന്ന് പറയണം, പിന്നെ ഏടത്തിയോട് പറഞ്ഞു റൂമൊന്ന് ക്ലീൻ ചെയ്ത് വീടൊന്ന് വൃത്തിയാക്കാൻ പറയണം. അവള് വലിയ വീട്ടിൽ ജീവിച്ച കുട്ടിയാണ്. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്യിച്ചോളാം മോനെ. ഓക്കെ, എന്നാ ഞാൻ ഏട്ടനോട് പറയാട്ടോ. ശരി, ഞാൻ വെക്കട്ടെ, സാറ് വരുന്നുണ്ട്. ശരി, ഞാൻ ഏട്ടനോട് പറയാം. മോനെ, അബി വിളിച്ചേന്നു. അവൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. കൂടെ അവന്റെ സാറിന്റെ മകളും വരുന്നുണ്ട്. സമാധാനായി. കൂടാര മകളോ? അവന്റെ കല്യാണം കഴിഞ്ഞു. അവന്റെ സാറിന്റെ മകളെയാണ് അവൻ കല്യാണം കഴിച്ചത്. പിന്നെ അവര് വരുമ്പോഴേ നിങ്ങളുടെ റൂമിൽ കിടത്താട്ടോ. റൂമുണ്ടല്ലോ അവിടെ. അവര് നിന്റെ ഭാര്യന്റെ പോലെ ചേരിന്ന് കൊടുന്നതല്ല, കുറച്ച് ക്യാഷ് ഉള്ള വീട്ടിൽ നിന്നാണ്. നിന്റെ റൂമിൽ കുറച്ച് സൗകര്യങ്ങളില്ലേ, അവിടെ കിടത്താ അവരെ. അതൊന്ന് വൃത്തിയാക്കി ഇടണം. അമ്മേ, റൂമ് കൊഴിയ. അഭി വന്നാല് ഈ വീടിനടുത്ത ലോണും കല്യാണത്തിന് ചെലവായ കടം ഏതിലൊന്നും അവനോട് ഏറ്റെടുക്കാൻ പറയണം. എല്ലാം കൂടി എനിക്ക് താങ്ങൂല അമ്മേ. ആദ്യം അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് പോരെ നിന്റെ കണക്ക് കാണിക്കല്. നീ വേഗം അവളോട് ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ. ഏട്ടാ, അമ്മേന്റെ സ്വഭാവത്തിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏട്ടൻ ഒറ്റപ്പെടാതെ എന്നാ മതി എനിക്ക്. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ബാത്റൂം ഒന്നും കൂടി വൃത്തിയാക്ക്. നിന്നെ പോലെ ചേരിന്നല്ല ആള് വന്നത്, കുറച്ച് പണമല്ല വീട്ടിൽ നിന്നാണ്. ആ ബാത്റൂം ഒന്നും കൂടി വൃത്തിയാക്ക്. അമ്മ അവളെ കാണാതെ എന്നെ ഇങ്ങനെ താരതമ്യം ചെയ്യത്. എന്തിലും ഒരു കുറ്റം കണ്ടില്ല, അമ്മയ്ക്കൊരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പോഴേക്കും അവളുടെ നാക്ക് പൊങ്ങിയല്ലോ. മര്യാദയ്ക്ക് അത് ക്ലീൻ ചെയ്തോ, ഇല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ രണ്ടുപെടുന്നു. അമ്മ എന്തീ പറയണേ? ഞാൻ പറയണതൊന്നും നിനക്ക് പറ്റിയിട്ടില്ലെങ്കിലേ രണ്ടും കൂടെ ഇവിടുന്ന് ഇറങ്ങിക്കാവാൻ വരുമ്പോഴേക്കും. അമ്മ കൂടുതലൊന്നും പറയണ്ട, ഇറങ്ങിത്തരാം. എവിടേക്ക് ഇറങ്ങാം? നിങ്ങൾ എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല. ഈ വീടിന്റെ ലോണും കല്യാണത്തിന് വാങ്ങിയ കടവും എല്ലാം എൻ്റെ പേരിലാണ്. ഇതിന് തീരുമാനം ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ അവളും കുഞ്ഞുങ്ങളോട് ഇറങ്ങിക്കോളാം. മോനെ, ഇത് നീ എടുത്തോ. അക്കരെയുള്ള ആ 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ്. അമ്മ ഈ പറയണ ന്യായാണോ? ഇത് വിറ്റാല് ഇപ്പൊ ഈ പറഞ്ഞ കടങ്ങൾ തീർക്കാൻ എനിക്ക് കഴിയോ? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീട് സ്ഥലം അബിക്കുള്ളതാണെന്ന്. പിന്നെ വരുത്തുന്ന കടമൊക്കെ തീർക്കാനാണോ അവൻ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? അവരും ജീവിക്കണ്ടേ? അമ്മ പറഞ്ഞ ശരിയാണ്, അവനവിടെ കഷ്ടപ്പെടാണ്. ഞാനാണല്ലോ അവിടെ പണിയില്ലാതെ നിൽക്കുന്നത്. നമ്മൾ കഷ്ടപ്പെടണമൊന്നും ആരും കാണൂല, ആരും വിലയിരുത്തണില്ല. എനിക്കതൊന്നും അറിയണ്ട. നീ ഈ ആധാരം പിടിച്ചോ. വേണ്ട അമ്മേ, അമ്മ ഒന്നും പറയണ്ട. ഞങ്ങൾ ഇറങ്ങാണ്. നീ പേക്കാക്കിയില്ലേ, നമുക്ക് പോയാലോ? അച്ഛൻ്റെ പ്രമാണം മൂത്ത മകനെ എഴുതി വെച്ചത്. ഇതില്ലെങ്കിലും അച്ഛൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായാൽ മതി. നമുക്ക് ഇറങ്ങിയാലോ?